എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റവ കേസരി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ റവ കേസരി ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ് റവ കേസരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇവിടെ ഒരു പാൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഞാൻ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇവിടെ ഒരു 75% റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഇവിടെ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ കാഷ്യൂനട്ട്സും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയെല്ലാം ഞാൻ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് അതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പാൻ ഇവിടെ ഫ്രീ ആയിട്ടുണ്ട്. ഇതിൽ കാണുന്ന നെയ്യ് ഓൾറെഡി യൂസ് ചെയ്തതിൻ്റെ ബാലൻസുള്ള നെയ്യാണ്. ആ നെയ്യിലേക്ക് തന്നെ ഞാനിവിടെ 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് റവയാണ്. എന്നാലും നമുക്ക് ഇതൊന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റവ റോസ്റ്റായി വരുമ്പോഴേ അതിൻ്റെ നല്ല സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ റവ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം 2 മിനിറ്റ് തന്നെ ഇത് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറിയ തോതിൽ വളരെ സ്ലൈറ്റായിട്ട് റവയുടെ കളർ കൂടെ ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ വറുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പാനിൽ നിന്ന് റവ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ ഫ്രീ ആയ പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കേസരിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാകും. മിൽക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം തന്നെ യൂസ് ചെയ്താൽ മതിയാകും. 1/4 കപ്പ് പാലിന് പകരം 1/4 കപ്പ് വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. പാല് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടലി 2.25 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ പാനിലോട്ട് 2.25 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഇനി നമുക്ക് ഈ വെള്ളവും പാലും നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാല് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 2 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏലക്ക പൊടിയാണ് ഇൻട്രസ്റ്റ് എങ്കിൽ പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അത് ഞാൻ കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കളർ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ കുറച്ച് കുങ്കുമപ്പൂവ് പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാനിവിടെ ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കളർ വേണമെന്നുള്ളത് ഒരു കമ്പൽസറി ആയിട്ടുള്ള കാര്യമൊന്നല്ല. അത് നമ്മുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതിൻ്റെ ടേസ്റ്റ് മുമ്പിൽ വരുന്ന രീതിയിൽ ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കരുത്. വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രം ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 നുള്ളു ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് മധുരത്തിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് റവ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ ചേർക്കുന്ന സമയത്ത് ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം വളരെ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. റവ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 1 മിനിറ്റ് വരെ നമുക്കിങ്ങനെ കുക്ക് ചെയ്യാം. കൂടുതൽ സമയം കുക്ക് ചെയ്താൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ അടപ്പ് തുറന്നിട്ടുണ്ട്. റവ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ടോട്ടൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ഞാനൊരു മീഡിയം ലെവലിൽ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നല്ല മധുരം ആവശ്യമുള്ളവർക്ക് എന്തായാലും ഏകദേശം ഒരു 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് പെട്ടെന്ന് തന്നെ മെൽട്ടായിട്ട് വന്നോളും. പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടായി കഴിയുമ്പോഴേക്കും റവയൊന്ന് ചെറുതായിട്ട് ലൂസായിട്ട് വരും. ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇതിൻ്റെ മധുരം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഓക്കെ ആണ്. ഓക്കെ അല്ലെങ്കിൽ ഒന്നുകൂടെ ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ റവ കേസരി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം. റോസ്റ്റ് ചെയ്ത ഉണക്കമുന്തിരിയും കാഷ്യൂ നട്ട്സും ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ അളവും നമ്മുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വരെ കുറച്ചധികം തന്നെ നെയ്യ് ചേർത്താൽ കുഴപ്പമില്ല. ഞാനിവിടെ ഒരു ആവറേജ് ക്വാണ്ടിറ്റി മാത്രമേ നെയ്യും ഷുഗറും ചേർത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ റവ കേസരി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി വെക്കാം. ഏതെങ്കിലും ഷേപ്പിലേക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചൂടോട് കൂടി തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. തണുത്ത് കഴിഞ്ഞാൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇവിടെ സൂപ്പർ ടേസ്റ്റി റവ കേസരി റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സ്വീറ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.